ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെ ഫോണിലേക്ക് വിളിച്ച ഹരീഷ് ചോദിക്കുന്നു, എന്താ എടുത്തേ? 2-3 മിസ് കോൾ കണ്ടല്ലോ. സുധീഷ് അങ്ങോട്ട് വന്നിരുന്നോന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടനും ഏട്ടത്തിയും കൂടിയല്ലേ പോയത്, പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരും? അപ്പൊ നിധി പറയുകയാണ്, അല്ല രാവിലെ ഇവിടുന്ന് പുറത്തു പോയിരുന്നു, അങ്ങോട്ട് വന്നോന്ന് അറിയാനാ. വന്നിട്ടില്ല അല്ലേ? വന്നിട്ടില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, ഫോൺ വിളിക്കുകയാണ് ചെയ്തിരുന്നു? വിളിച്ചില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, ഇല്ല അല്ലേ? ഇത് കേട്ട് ടെൻഷനോടുകൂടി ഹരീഷ് ചോദിക്കുന്നു, എന്താ എടുത്തി? എന്തേലും പ്രശ്നമുണ്ടോ? അപ്പോൾ നിധി പറയുകയാണ്, പ്രശ്നമൊന്നുമില്ല, രാവിലെ പോയിട്ട് ഇതുവരെ വന്നില്ല, ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാ, അതുകൊണ്ട് വിളിച്ചതാ. ഹരീഷ് ചോദിക്കുന്നു, സ്വിച്ച് ഓഫോ? എടുത്തി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പോഴെന്ന് ബദ്രി നിധി പറയുകയാണ്, ഇല്ല ഇവിടെ എന്ത് പ്രശ്നം, അങ്ങനെയൊന്നും ഉണ്ടായില്ല. സുധീഷ് ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല, എല്ലാവരും സുധീഷിനെ ചോദിക്കുന്നുണ്ട്. സുധീഷ് അവിടെ കാണുമോന്ന് ഒരു ഡൗട്ട്, അതാ ഫോൺ വിളിച്ചത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇല്ല ഏട്ടത്തിയോട് പറയാതെ സുധീഷ് ഏട്ടൻ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ നിധി പറയുകയാണ്, അത് ശരിയാ, പക്ഷെ സമയം പോകുന്തോറും സുധീഷ് അവിടെ വന്നു കാണുമോന്ന് ഞാൻ സംശയിച്ചു. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ടാ ചോദിച്ച്. സുധീഷ് അവിടെ വരുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണേ ഹരീഷ്. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, ശരി സുധീഷ് ഏട്ടൻ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. സുധീഷ് ഏട്ടൻ അവിടെ വരുവാണെങ്കിൽ ഏട്ടത്തി എന്നെയും ഫോൺ വിളിച്ച് പറയണേ. ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് നിധി ടെൻഷനോടുകൂടി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഹരീഷ് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ ഹരീഷ് ഓർക്കുകയാണ് സുധീഷിന്റെ വാക്കുകൾ. ഒരാഴ്ചക്കുള്ളിൽ നിധിയെയും സുധീഷിനെയും തമ്മിൽ പിരിക്കുമെന്ന് രാജീവ് പറഞ്ഞത്. ഇയാളുടെ മനസ്സിലായി എന്തോ പ്ലാൻ ഉണ്ട്, അതിനുവേണ്ടി അയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് സുധീഷ് ബഹളം വെക്കുകയാണ്, കെട്ടടിച്ചു വിടടാ, ആരാ നിങ്ങളൊക്കെ? അതിലൊരു ഗുണ്ട സുധീഷിന്റെ വീഡിയോ എടുക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്തിനാണ് വീഡിയോ എടുക്കുന്നത്? നിനക്കൊക്കെ എന്താ വേണ്ടത്? ആദ്യം എന്റെ കെട്ടടിച്ചു വിട്. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടു വന്നത്? തുടർന്ന് അരുണും രാജീവും ഹേമയും ഹോളിലിരിക്കുമ്പോൾ അരുണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അരുൺ അവിടെ നിന്ന് എഴുന്നേറ്റ് ഫോൺ എടുക്കാനായി പോകുമ്പോൾ രാജീവ് പറയുന്നു, എടാ അരുൺ, നീ എന്താ ഇത്ര വേഗത്തിൽ നടന്നു പോകുന്നത്? ചുറ്റും നോക്കി അരുൺ പറയുന്നു, അച്ഛ ഇവിടെ ആരുമില്ലല്ലോ. രാജീവ് പറയുകയാണ്, ആരുമില്ല, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോകണോ? നമ്മൾ ആഗ്രഹിച്ചത് നടത്തിയെടുക്കുന്നത് വരെ എല്ലാത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം. ശരി അച്ഛ എന്ന് പറഞ്ഞ് മുടത്തി ചെന്ന് ഫോൺ എടുത്ത് മെസ്സേജ് നോക്കുകയാണ് അരുൺ. സുധീഷിനെ കെട്ടിയിട്ടിരിക്കുന്നതും സുധീഷ് ബഹളം വെക്കുന്നതുമായ വീഡിയോ ആണത്. സന്തോഷത്തോടു കൂടി അരുൺ പറയുന്നു, അച്ഛ ദേ നോക്ക്. ആ വീഡിയോ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് രാജീവ്. 4 കൂടി അവന് കൊടുക്കണമെന്ന് രാജീവ് പറയുമ്പോൾ ഹേമ പറയുകയാണ്, അരുണെ എന്നെ കൂടി കാണിക്കടാ. അരുൺ വീഡിയോ കാണിക്കുമ്പോൾ ചുറ്റും നോക്കി ഹേമ പറയുന്നു, ഇവൻ ഇത് തന്നെ വേണം, ഇത്രയും പോരാ, ഇനി അടിക്കാൻ പറയണം അവരോട്. അപ്പൊ രാജീവ് പറയുന്നു, സൂപ്പർടാ, ഇന്നത്തോടെ അവന്റെ ശല്യം തീരണം. എന്നോട് അവൻ എന്ത് അഹങ്കാരത്തിലാ സംസാരിച്ചെന്നറിയോ? അതുപോലൊരു വീട്ടിൽ കഴിഞ്ഞിട്ട് ഈ രാജീവിന്റെ മകളെ വേണമെന്ന് അവന് വിടില്ല ഞാൻ അവനെ. ഇനി അവൻ നിധിയെ കാണരുത്. ആ സ്വർണവും പണവുമായി സുധീഷ് നാട് വിട്ടുപോയി അവൾ വിശ്വസിക്കണം. നിധിയുടെ ജീവിതത്തിൽ നിന്നും സുധീഷിന്റെ ചാപ്റ്റർ ഇന്നത്തോടുകൂടി അവസാനിച്ചു. ഇനി അവൾ നമ്മുടെ മകൾ മാത്രമാ. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ടെൻഷനോടുകൂടി അവിടേക്ക് വരികയാണ് നിധി. നിധിയെ കണ്ട് രാജീവ് കണ്ണു കാണിക്കുകയാണ്. വാ മോളേന്ന് രാജീവ് പറയുമ്പോൾ നിധി പറയുകയാണ്, അച്ഛാ ഞാൻ പറഞ്ഞില്ലേ സുധീഷ് വീട്ടിലേക്കൊന്നും പോയിട്ടില്ല, അവിടെ ആർക്കും ഒന്നും അറിയില്ല. ഇത് കേട്ട് അരുൺ ചോദിക്കുകയാണ്, വീട്ടിലേക്ക് പോയില്ലെന്ന് വെച്ചാൽ മോഷ്ടിച്ചിട്ടില്ലെന്നല്ലോ അർത്ഥം? എവിടെയെങ്കിലും പോയി ചേട്ടനെയും അനിയന്മാരെയും ആ വീട്ടിൽ നിന്നും കൊണ്ടുപോകാനുള്ള പ്ലാൻ നടത്തുകയായിരിക്കും. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ സുധീഷിന്റെ വീട്ടിൽ സംസാരിച്ചെന്ന്, അവിടെ ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ രാജീവ് പറയുന്നു, നിധി ഇത് ശരിയാകില്ല, അവൻ കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് പല ലക്ഷങ്ങളാ. നീ ഞങ്ങളെ വിശ്വസിക്കാതെ അവന് വേണ്ടി സംസാരിക്കുന്നത് തെറ്റാണ് മോളെ. അപ്പോൾ നിധി പറയുകയാണ്, അച്ഛ പ്ലീസ്, അച്ഛൻ സുധീഷിനെ പറ്റി എന്ത് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ വിശ്വസിച്ചേനെ, പക്ഷെ മോഷ്ടിക്കുന്ന ലെവലിലേക്കൊന്നും സുധീഷ് പോകില്ല. സുധീഷിന് പണം കൈകാര്യം ചെയ്ത് ശീലമില്ല. അത്രയും പണവുമായി സുധീഷ് പോകുന്നതറിഞ്ഞ് ആരെങ്കിലും സുധീഷിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതുമായിരിക്കാം. അച്ഛൻ നമുക്ക് പോലീസിൽ അറിയിക്കാം. ഇത് കേട്ട് ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവും ഹേമയും അരുണും. അവൻ നിധി പറയുകയാണ്, സുധീഷിന് എന്താ സംഭവിച്ചതെന്ന് അവർ കണ്ടുപിടിക്കട്ടെ. സുധീഷ് പണം എടുത്തിട്ടുണ്ടെങ്കിലും പോലീസ് ഇത് കണ്ടുപിടിച്ച് പറയട്ടെ. പക്ഷെ എനിക്ക് ഉറപ്പാണ് അച്ഛാ, സുധീഷ് ഇത് ചെയ്യില്ല. ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, നീ എന്താ ഈ പറയുന്നത്? നമ്മൾ എങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും? നമ്മുടെ ബിസിനസിനെ പറ്റി നിനക്കറിയില്ലേ? ഇത്രയും പണവും സ്വർണവും വണ്ടിയിൽ വെച്ചുകൊണ്ട് പോയെന്നറിഞ്ഞാലേ കേസാകില്ലേ മോളെ? സ്വർണവും പണവും ഒക്കെ വെച്ചുള്ള ബിസിനസ് കാലാകാലങ്ങളായിട്ടുള്ളതാ. അതുകൊണ്ട് പണവും സ്വർണവും കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിന്റെ അരികിലോട്ട് പോകാൻ പറ്റുമോ? എവിടെ നിന്ന് ഇത്രയും പണം കിട്ടി, എങ്ങനെ കിട്ടി, കണക്ക് കാണിക്കുന്നൊക്കെ അവര് പറയും. നമ്മുടെ കയ്യിൽ അത് വല്ലതും ഉണ്ടോ? ഈ കാര്യത്തില് നമുക്ക് പോലീസിന്റെ സഹായം തേടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനോ അരുണേ ഇക്കാര്യത്തിന് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. മരുമകനായതുകൊണ്ടാണ് അവനെ വിശ്വസിച്ച് ഞാൻ ആ പണവും സ്വർണവും കൊടുത്തു വിട്ടത്. അവൻ അവന്റെ സ്വഭാവം കാണിച്ചില്ലേ? അവിടെ നിന്ന് എഴുന്നേറ്റ് അരുൺ പറയുകയാണ്, അച്ഛാ ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ മുന്നിൽ സമയമില്ല, സമയം പോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ റെഡിയായി ഇറങ്ങും.
ഇത് കേട്ട് രാജീവ് അകത്തേക്ക് പോകുമ്പോൾ അരുണിന്റെ അരികിലേക്ക് വന്ന സാദര ചോദിക്കുന്നു, അരുണേട്ടാ ഈ അവസ്ഥയിൽ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ അരുൺ പറയുകയാണ്, വീടിന്റെ അവസ്ഥയെ മോശമാ, അപ്പൊ നീ എന്നെ പറ്റി മാത്രം ആലോചിക്കുകയാണോ? നീ പോയി നിന്റെ ജോലി നോക്ക്. അങ്ങനെ അരുൺ അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി ഹേമ ചോദിക്കുകയാണ്, മതിയായോടി നിനക്ക്? അതോ ഇനി ആ കുടുംബത്തിന് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ? നിധി, ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വിശ്വസിക്ക്. നിന്റെ അച്ഛനും അമ്മയാ ഞങ്ങളെ നീ വിശ്വസിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഹേമ അകത്തേക്ക് പോകുമ്പോൾ കണ്ണു നിറങ്ങി നിൽക്കുകയാണ് നിധി എന്ന് വിളിച്ച് നിധിയെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സാന്ദ്ര. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി ടെൻഷനോടുകൂടി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കാനായി ശ്രമിക്കുകയാണ്. ആരോടും ഒന്നും പറയാതെ സുധീഷ് എവിടെ പോയതാ? വാതിലിന്റെ അരികിലേക്ക് വന്ന ഹേമ മറഞ്ഞു നിന്ന് നിധിയെ ശ്രദ്ധിക്കുകയാണ്. നിധി ഒന്ന് ആലോചിച്ച് സുധീഷിന്റെ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുകയാണ്. സുധീഷ് എവിടെയാ? സുധീഷിനെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടിലെ വലിയ പ്രശ്നമായി. ഈ മെസ്സേജ് കാണുമ്പോൾ ദയവ് ചെയ്ത് എന്നെ വിളിക്കണം. അങ്ങനെ മെസ്സേജ് അയച്ച് നിധി പറയുകയാണ്, സിംഗിൾ ടിക്ക് ആണല്ലോ വരുന്നത്. അരികിലേക്ക് വന്നിരുന്ന ഹേമ ചോദിക്കുന്നു, നിധി നീ എന്തായി ചെയ്യുന്നത്? അപ്പോൾ നിധി പറയുകയാണ്, ഞാൻ സുധീഷിനെ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഹേമ ചോദിക്കുന്നു, വിശ്വസിച്ചില്ല? ഞങ്ങളെ നീ ഇനിയും വിശ്വസിച്ചിട്ടില്ല. ആ കുടുംബം നിനക്ക് വേണ്ടി എന്താടി ചെയ്തത്? ഒരു 4 മാസം നീ അവിടെ താമസിച്ചോ? അതിനുള്ളിൽ അവരെ എല്ലാം പറ്റി നീ മനസ്സിലാക്കിയെടുത്തോ? അവനെ അവന്റെ കുടുംബത്തെയും വിശ്വസിക്കരുത്. നിന്നെ കാണുമ്പോഴെനിക്ക് വിഷമമുണ്ടടി. ഇങ്ങനെ മോശപ്പെട്ട ആൾക്കാരെയാണല്ലോ നീ വിശ്വസിക്കുന്നത്. ഇത് കേട്ട് നിധി പറയുന്നു, അമ്മ പ്ലീസ് അമ്മ, സുധീഷ് ഒരു കള്ളനൊന്നും അല്ല. എനിക്കറിയാം സുധീഷിനെ പറ്റി. നിങ്ങൾ പണം കൊടുത്തിട്ട് എടുത്തുകൊണ്ട് പോന്ന് പറഞ്ഞപ്പോൾ സുധീഷ് മടിച്ചു നിന്നതാ. സുധീഷിന് ആ പണവും സ്വർണവുമായി പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാ സുധീഷ് അതുമായി പോയത്. അമ്മ പറഞ്ഞതുപോലെ സുധീഷ് ഒരു കള്ളനായിരുന്നെങ്കിൽ എന്തിനാണ് പണവും സ്വർണവും കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഇത്ര ആലോചിക്കുന്നത്? അവൾ ഹേമ പറയുകയാണ്, വേറെ എന്താ, ഈ പണവും സ്വർണവുമായി ഒളിച്ചോടി പോണോ അതോ കുറച്ചു നാളും കൂടി ഇവിടെ താമസിച്ച് മൊത്തവും കൂടി എടുത്തുകൊണ്ട് പോകണോന്ന് ആലോചിച്ചതായിരിക്കും. കയ്യിൽ കാശും സ്വർണവും കണ്ടപ്പോൾ അത് ആഗ്രഹിച്ച് അതുമായി കടന്നു കളഞ്ഞതാവൻ. ഇത് കേട്ട് നിധി ചോദിക്കണ, അമ്മ എന്താ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തത്? അമ്മയുടെ മകളെ അമ്മയ്ക്ക് വിശ്വാസമില്ലേ? അപ്പോൾ ഹേമ പറയുകയാണ്, അത് തന്നെയാ ഞാനും നിന്നോട് ചോദിക്കുന്നത്. നിനക്ക് നിന്റെ അമ്മയെ വിശ്വാസമില്ലേ? ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിനക്ക് എപ്പോഴാടി മനസ്സിലാകുക? ഇങ്ങോട്ട് നോക്ക് നിധി, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മാത്രം നീ മറുപടി പറ. നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് സുധീഷ് അവന്റെ വീടിനെ പറ്റി നിന്നോട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉറപ്പായിട്ടും അവൻ നിന്നോട് സത്യം പറഞ്ഞു കാണില്ല. 5 ആണുങ്ങളുള്ള വീട്ടിലാണ് നീ താമസിക്കാൻ പോകുന്നത്. അച്ഛനൊരു കള്ളുകൂടിയനാ. ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ നാട്ടിൽ നല്ല പേരൊന്നുമില്ല. ഇങ്ങനെയല്ല അവൻ നിന്നോട് പറയാൻ ഒരു സാധ്യതയില്ല. ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ നീ ഒരിക്കലും അവനെ കല്യാണം കഴിക്കില്ലായിരുന്നു. അവൻ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് നിന്നെ ചതിച്ചാണ് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത്. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നീ അവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം നിധി. വീടിനെയും വീട്ടുകാരെയും പറ്റി കള്ളം പറഞ്ഞ് നിന്നെ ചതിച്ച അവൻ പണം കണ്ടപ്പോൾ ചതിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം നീ ആദ്യം പറയാം. നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ ഹേമ പറയുകയാണ്, മറുപടിയില്ല അല്ലേ? കാണില്ല, അവനൊരു കള്ളനാ. അത് നിന്റെ അച്ഛനെ നന്നായി മനസ്സിലായതാ. അമ്മ എന്തായി പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, അതേടി, നേരത്തെയൊക്കെ അവനും അവന്റെ കുടുംബവും കള്ളന്മാരാണ്, നമ്മുടെ മോളെ ചതിച്ചു കൂട്ടിക്കൊണ്ടു പോയതാണെന്നൊക്കെ നിന്റെ അച്ഛൻ പറയുമായിരുന്നു. അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് അവിടെ താമസിച്ച് നിങ്ങളെ അവിടുന്ന് കൂട്ടിയിട്ട് വന്നതിന് ശേഷമാ സുധീഷിനോട് ഒരല്പം വിശ്വാസം വന്നു തുടങ്ങിയത് നിന്റെ അച്ഛന്. 4 ദിവസം പോലും ആ വിശ്വാസം നിലനിർത്താൻ അവന് കഴിഞ്ഞില്ല. അവൻ അവന്റെ ബുദ്ധി കാണിച്ചു. കള്ളൻ, പേരും കള്ളൻ അവൻ. പക്ഷെ നിന്റെ അച്ഛൻ അവനെ വെറുതെ വിടില്ല. അവൻ എവിടാണെങ്കിലും അവനെ കണ്ടുപിടിച്ചിരിക്കും. അന്ന് നീ സത്യം മനസ്സിലാക്കും. പൊട്ടിക്കരങ്ങിയ ഹേമ പറയുന്നു, ഇങ്ങനെ ഒരു കുടുംബത്തിൽ ചെന്നുവിട്ട് നിന്റെ ജീവിതം പോയലോടി മോളെ. നിന്റെ കല്യാണം മുടങ്ങിപ്പോയ കഥ ഈ നാട്ടുകാർ ഇതുവരെ പറഞ്ഞു തീർത്തിട്ടില്ല. ഇപ്പോ നീ കല്യാണം കഴിച്ചവൻ ഒരു കള്ളനാണെന്നറിഞ്ഞാൽ നാട്ടുകാരുടെ വാ അടപ്പിക്കാൻ പറ്റുമോ? നോക്ക്, ഇപ്പോഴാ നിന്റെ അച്ഛൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. ബിസിനസ്സിൽ കൈമാറേണ്ട പണവും സ്വർണവും മരുമകൻ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നറിഞ്ഞാൽ, രാജീവേട്ടന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ അറിഞ്ഞാൽ അച്ഛൻ ആരെങ്കിലും എന്തെങ്കിലും വില കൊടുക്കോ? പോയി, എല്ലാം പോയി. നിന്റെ ജീവിതവും പോയി, സ്വർണവും പണവും മാനവും അഭിമാനവും എല്ലാം പോയി. ആ ഫ്രോഡ് നിന്റെ ജീവിതം നശിപ്പിച്ചല്ലോടി. അങ്ങനെ ഹേമ പൊട്ടിക്കരയുമ്പോൾ നിധി പറയുകയാണ്, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ നല്ല ടെൻഷനിലായിരിക്കുന്നത്. അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ച എന്റെ ടെൻഷൻ കൂട്ടല്ല. ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ, പ്ലീസ് എന്നെ തനിച്ചുവിട്. കണ്ണീര് തുടിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് ഹേമ പറയുകയാണ്, ദേ നോക്ക് നിധി, നിന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് പണം തിരിച്ചു മേടിക്കും. അതോടുകൂടി ആ ബന്ധം അവസാനിപ്പിച്ചോടെ നീ. അവൻ കാരണം നീയും ഞങ്ങളും അനുഭവിച്ചത് മതി. അങ്ങനെ കൈകൂപ്പി ഹേമ പറയുകയാണ്, നിന്നോട് ഞാൻ അപേക്ഷിക്കുവാടി. ദേ നോക്ക്, നന്നായിട്ട് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുന്നേ. അങ്ങനെ ഹേമ അവിടെ നിന്ന് പോകുമ്പോൾ നിധി മനസ്സിൽ പറയുകയാണ്, ഒരുപക്ഷെ ഇവരെല്ലാവരും പറയുന്നത് പോലെ സുധീഷ് ആ പണം എടുത്തു കാണുമോ? അങ്ങനെ നിധി ഓർക്കുകയാണ്, സുധീഷ് പണ്ട് സുഭാഷ് ആർക്കിടെക്ട് ആണെന്ന് പറഞ്ഞതും ട്രാവൽസ് ഉണ്ടെന്ന് പറഞ്ഞതും ഒക്കെ. ശേഷം നിധി ഓർക്കുകയാണ്, രാജീവിന്റെയും സൂര്യയുടെയും ഗുണ്ടകളുടെ കയ്യിൽ നിന്നും നിധിയെ സുധീഷ് രക്ഷിച്ചത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സൂര്യയുടെയും അരുണിന്റെയും എല്ലാം തല്ലുകൊണ്ട് നിന്നത്. പിന്നീട് സുധീഷ് നിധിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത്. തുടർന്ന് നിധി പറയുന്നു, ഇല്ല, സുധീഷ് അങ്ങനെയുള്ള ഒരാളല്ല. സുധീഷ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അങ്ങനെ വീണ്ടും നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ കിട്ടാതെ ടെൻഷനോടുകൂടി നിധി പറയുന്നു, ഇനി എന്താ ചെയ്യുക? തുടർന്ന് രാത്രി സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് കിട്ടാതെ ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹരീഷ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന നികേഷ് ഹരീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു,
ഹരീഷേ എന്താടാ നിന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ? ഫോണും പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. എന്താ പറ്റിയത്? അപ്പോൾ ഹരീഷ് പറയുകയാണ് ഒന്നുമല്ല സുഭാഷേട്ടാ. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നു എന്താ ഹരീഷേട്ടാ കടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഹരീഷ് ചോദിക്കണ സുഭാഷേട്ടാ സുധീഷേട്ടൻ എപ്പോഴാ സുഭാഷേട്ടനെ വിളിച്ചത്? ഇന്നലെ സംസാരിച്ചതാണെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കാണ് ഇന്ന് സംസാരിച്ചില്ലേ? ഇല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു എടാ നിന്നെ വിളിച്ചായിരുന്നോ? അപ്പോൾ നികേഷ് പറയുന്നു എന്നോടും ഇന്നലെ സംസാരിച്ചതാ. കുറച്ചു നേരം മുമ്പേ ഞാൻ ഫോണിൽ വിളിച്ചായിരുന്നു, സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ഇനി സുധീഷ് ഏട്ടൻ ഇങ്ങോട്ട് വിളിക്കട്ടെന്ന് കരുതി ഞാൻ പിന്നെ വിളിച്ചില്ല. ടെൻഷനോടുകൂടി ഹരീഷ് പറയുന്നു ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുക, ഫോൺ സ്വിച്ച് ഓഫ് എന്നാ വരുന്നത്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു അതിനാണോ നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അവൻ നിധിയുടെ വീട്ടിലുണ്ടല്ലോ, അവര് കുടുംബമായി എവിടെങ്കിലും പുറത്തു പോയതായിരിക്കും. അവൻ എപ്പോഴത്തെയും പോലെ ഫോൺ ചാർജ് ചെയ്യാൻ മറന്നു കാണും, സ്വിച്ച് ഓഫ് ആയി പോയി കാണും. ഇത് കേട്ട് ഹരീഷ് വായത്തോടു കൂടി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് സുഭാഷ് ചോദിക്കുന്നു എന്താടാ നികേഷെ കണ്ടില്ലേ ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇവനിങ്ങനെ ടെൻഷൻ ആകുന്നത്? രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ വഴക്കടിച്ചോണ്ടിരിക്കും. ഒരാള് പുറത്തേക്ക് പോയാൽ അവനില്ലാതെ ഇവനും ഇരിക്കാൻ പറ്റില്ല, ഇവനില്ലാതെ അവനും ഇരിക്കാൻ പറ്റില്ല. പുഞ്ചിരിച്ച് നികേഷ് പറയുകയാണ് അതെ സുഭാഷ് ഏട്ടാ, രണ്ടുപേർക്കും വഴക്ക് കൂടാതെ ബോറടിക്കുന്നുണ്ടായിരിക്കും. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹരീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് ഹരീഷ് നിനക്കിനി സുധീഷിനോട് സംസാരിച്ചേ പറ്റുമെങ്കിൽ നിധിയുടെ ഫോണിലേക്ക് വിളിക്ക്. നിധി ഫോൺ സുധീഷിന്റെ കൈ കൊടുക്കും. അപ്പോൾ ഹരീഷ് പറയുകയാണ് അതല്ല സുഭാഷ് ഏട്ടാ, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. അങ്ങനെ ഹരീഷ് ഓർക്കുകയാണ് സുധീഷിനെയും നിധിയെയും തമ്മിൽ പിരിക്കുമെന്ന് രാജീവ് വെല്ലുവിളിച്ച കാര്യം സുധീഷ് ഹരീഷിനോട് പറഞ്ഞത്. പിന്നീട് കിളിക്കൂട്ടിൽ വെച്ച് രാജീവിനെ കണ്ട് ഞെട്ടി ടെൻഷനോടുകൂടി സുധീഷ് നിന്നത്. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു എന്താടാ ഹരീഷേ? അപ്പോൾ ഹരീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടാ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് ഏട്ടത്തി എന്നെ വിളിച്ചായിരുന്നു. നിധി വിളിച്ചിട്ട് എന്താ ചോദിച്ചതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് സുധീഷ് ഇവിടെ വന്നോ, ഫോൺ വിളിച്ചോ എന്നൊക്കെ ചോദിച്ചു. സുധീഷ് ഏട്ടൻ രാവിലെ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്നും പോയതാ, വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഏട്ടത്തിയും സുധീഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്, സ്വിച്ച് ഓഫ് എന്നാ വരുന്നത്. അതുകൊണ്ടാ എന്നെ വിളിച്ചു ചോദിച്ചത്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു നീ എന്താടാ പറയുന്നത്? എപ്പോഴാ നിന്നെ നിധി വിളിച്ചത്? അപ്പോൾ ഹരീഷ് പറയുന്നു 1 മണിക്കൂറായി കാണും സുഭാഷ് ഏട്ടാ. അപ്പോൾ സുഭാഷ് പറയുന്നു 1 മണിക്കൂറായെങ്കിൽ ഇപ്പൊ അവൻ വീട്ടിലെത്തി കാണും, ഫോണില് ചാർജ് ഇല്ലാതെ ഓഫ് ആയതായിരിക്കും. നീ ഇപ്പൊ തന്നെ നിധിയെ വിളിക്ക്. ഹരീഷ് ആലോചിച്ച് നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് വിളിക്കടാ, നീ എന്തോ ഇത്ര ആലോചിച്ച് നിൽക്കുന്നത്? നികേഷ് എന്റെ ഫോൺ ഇങ്ങെടുത്താ. നികേഷ് ഫോൺ എടുത്ത് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ടെൻഷനോടുകൂടി ഫോൺ അറ്റൻഡ് ചെയ്ത് നിധി നികേഷ് എന്ന് വിളിക്കുമ്പോൾ നികേഷ് ചോദിക്കേണ്ട ഏട്ടത്തി ഹരീഷ് ഏട്ടൻ എന്തൊക്കെയോ പറയുന്നു, സുധീഷ് ഏട്ടനെ കാണാനില്ലേ? സുധീഷ് അവിടെ വന്നില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് ഏട്ടത്തി എങ്ങനെ ഇവിടെ വരുന്നത്? ഏട്ടത്തിയുടെ കൂടെ അല്ലേ വന്നത് സുധീഷ് ഏട്ടൻ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ ഏട്ടത്തി കേൾക്കുന്നുണ്ടോ? നിധി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുന്നു നികേഷ് ഫോൺ ഇങ്ങതാ ഞാൻ സംസാരിക്കാം. അപ്പൊ ഹരീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടാ സ്പീക്കറിലിട്. ഫോൺ സ്പീക്കറിലിട്ട് സുഭാഷ് ചോദിക്കുന്നു മോളെ നിധി അവിടെ എന്താ പ്രശ്നം? സുധീഷ് എവിടെ പോയതാ? അപ്പൊ നിധി പറയുകയാണ് സുഭാഷ് ഏട്ടാ രാവിലെ ഒരു ജോലിക്കാരിയുമായി ബന്ധപ്പെട്ട് പുറത്തു പോയതാ, ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫാ. അതാ ഞാൻ ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് സുധീഷ് വിളിച്ചായിരുന്നെന്ന് ചോദിച്ചത്. സുഭാഷ് ചോദിക്കുന്നു നിധിയുടെ വീട്ടിൽ അവനില്ലേ? ഇപ്പോഴാ ഹരീഷ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ സംസാരിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞില്ലേ, ഇപ്പൊ സുധീഷ് അവിടെ എത്തിക്കാണുമെന്ന് കരുതിയാ വിളിച്ചത്, ഇതുവരെ സുധീഷ് വന്നില്ലെന്നല്ലേ മോള് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സുധീഷ് എവിടെ പോയതാ? അപ്പോൾ നിധി പറയുകയാണ് അച്ഛൻ ഒരു ചെറിയ ജോലിയും കൊടുത്ത് പുറത്തേക്ക് വിട്ടതാ, അടുത്തായിരുന്നു, ഉച്ചയാകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇതുവരെ വന്നില്ല സുഭാഷ് ഏട്ടാ. വീട്ടിലെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, ഫോൺ സ്വിച്ച് ഓഫാ, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇനിയും അവിടെ വന്നു കാണുമെന്ന് കരുതിയാ ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് ചോദിച്ചത്. പ്രശ്നമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, സുധീഷ് ഇവിടെ എത്തുമ്പോൾ ഞാൻ വിളിക്കാം. സുധീഷ് വരും, സുഭാഷ് ഏട്ടൻ ടെൻഷൻ ആവണ്ട. സുധീഷ് അവിടെ വരുവാണെങ്കിൽ എന്നെ വിളിക്കണേ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു ശരി മോളെ, അവൻ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മോളെ വിളിക്കാം. അങ്ങനെ സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ നിധി മനസ്സിൽ പറയുകയാണ് എവിടെ പോയതായിരിക്കും സുധീഷ്? തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു ഇവിടെ എന്താണ് നടക്കുന്നത്? അപ്പോൾ നികേഷ് ചോദിക്കാണ് സുഭാഷ് ഏട്ടാ സുധീഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെ പോയതായിരിക്കും? പെട്ടെന്ന് ഹരീഷ് ഓർക്കുകയാണ് നിധിയുടെ വാക്കുകൾ, അച്ഛനൊരു ജോലി ഏൽപ്പിച്ച് പുറത്തേക്ക് പറഞ്ഞു വിട്ടതാ. തുടർന്ന് ഹരീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ അയാള് ഇതിനെല്ലാം കാരണക്കാരൻ, അയാള് സുധീഷ് ഏട്ടനെ എന്തെങ്കിലും ചെയ്തു കാണും. ആരുടെ കാര്യം ഹരീഷ് ഏട്ടനെ പറയുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് ഏട്ടത്തിയുടെ അച്ഛന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അയാളുടെ പേരെന്തായിരുന്നു? രാജീവ്. അയാള് തന്നെ ആയിരിക്കും സുധീഷ് ഏട്ടനെ എന്തെങ്കിലും ചെയ്തത്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കണം നീ എന്താണ് ഈ പറയുന്നത്? നിധിയുടെ അച്ഛൻ സന്തോഷത്തോടു കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്ന് സുധീഷിനെയും നിധിയെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതല്ലേ? നിധിയുടെ അച്ഛൻ എന്തിനാ സുധീഷിനെ എന്തെങ്കിലും ചെയ്യുന്നത്? നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹരീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടന് പല കാര്യങ്ങളും അറിയില്ല, ഞാനതൊരു സാധാരണ കാര്യമായി വിട്ടുകളഞ്ഞതാ, ഇപ്പൊ എനിക്കതൊരു ഭയമായിരിക്കുക. സുഭാഷ് ചോദിക്കുന്നു നീ എന്താ ഈ പറയുന്നത്? എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? എന്താ നടന്നതെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയടാ. അപ്പോൾ ഹരീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ നേരത്തെ ഈ കാര്യം എന്നോട് പറഞ്ഞതാ, ഏട്ടത്തിയുടെ അച്ഛൻ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടെ വന്നില്ലേ, അന്ന് രാവിലെ കാറിൽ വെച്ച് സുധീഷ് ഏട്ടനും ഏട്ടത്തിയുടെ അച്ഛനും കൂടി കണ്ടായിരുന്നു. അയാളെന്ന് നല്ല ദേഷ്യത്തിലാണ് സുധീഷ് ഏട്ടനോട് സംസാരിച്ചത്. എന്ത് സംസാരിച്ചതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് സുധീഷ് ഏട്ടന് പരസ്യമായിട്ട് അയാൾ വെല്ലുവിളിച്ചതാ, ഒരാഴ്ചക്കുള്ളില് ഏട്ടത്തിയെയും സുധീഷ് ഏട്ടനെയും പിരിക്കുമെന്ന്. അയാൾ ഇവിടേക്ക് വന്നത് എന്തോ ഒരു പ്ലാനുമായിട്ടാ. ഇത് കേട്ട് ഭാസ്കരനും അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. നീ എന്താണ് ഈ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് അതെ സുഭാഷ് ഏട്ടാ അയാൾ ഒരു പ്ലാനുമായിട്ടാ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. സുധീഷ് ഏട്ടൻ ഭയന്ന
അവിടേക്ക് പോയത്. അയാള് പ്ലാൻ ചെയ്ത് കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് സുധീഷ് ഏട്ടൻ എന്നോട് പറഞ്ഞത്. ഞാനത് വലുതായി കണ്ടില്ല. അപ്പോൾ സുഭാഷ് പറയുകയാണ്, നീ എന്താടാ ഇത് എന്നോട് നേരത്തെ പറയാഞ്ഞത്? ഞാനെങ്കിൽ സുധീഷിനെ അവരുടെ ഒപ്പം പറഞ്ഞു വിടില്ലായിരുന്നു. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ഇക്കാര്യം സുഭാഷ് ഏട്ടനോട് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനും പറയാഞ്ഞത്. സുധീഷ് ഏട്ടൻ തന്നെ എല്ലാം കൈകാര്യം ചെയ്തോളൂ എന്ന് വിചാരിച്ചു. 2 ദിവസം മുമ്പ് സംസാരിച്ചപ്പോഴും ഈ കാര്യം എന്നോട് പറഞ്ഞതാ. ഏട്ടത്തി ഉള്ളപ്പോൾ ഒരു രീതിയിലും ഇല്ലാത്തപ്പോൾ മറ്റൊരു രീതിയിലുമാണ് രാജീവ് പെരുമാറുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് സുഭാഷ് ഏട്ടാ. അയാള് സുധീഷ് ഏട്ടനെ എന്തോ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് ടെൻഷനോട് കൂടി അകത്തേക്ക് കയറി വരികയാണ് ഭാസ്കരൻ. നീ എന്താടേ പറയുന്നത്? എനിക്ക് പേടിയാവുന്നെന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടാ അവര് സുധീഷ് ഏട്ടനെ എന്ത് ചെയ്യാനാ? അപ്പൊ ഹരീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലടാ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചു ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വില്ലൻ മനസ്സ് മാറി വരുമോ? അന്ന് കല്യാണത്തിന്റെ അന്ന് വീട് തേടി വന്ന് പ്രശ്നം ഉണ്ടാക്കിയവരവര്. പിന്നീട് കോളേജിൽ വെച്ച് അയാളുടെ മകൻ എന്റെ കയ്യിൽ കുത്തിയതാ. അയാൾ മനസ്സ് മാറി വന്നതല്ല, എന്തോ പ്ലാൻ ചെയ്തു തന്നെ വന്നതാ. അയാൾക്ക് എന്തോ വലിയ ലക്ഷ്യമുണ്ട്. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്